അതിലെ ഓരോ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആ കഥകളുടെ ഗുണപാഠം നിങ്ങൾക്കും ഗുണം ചെയ്യട്ടെ. ഇന്നു മുതൽ നമ്മൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ കഥകളാണ് പറയാൻ പോകുന്നത്. ഇന്ന് 2 കഥകളാണ് പറയാൻ പോകുന്നത്. പാതായിക്കര നമ്പൂതിരിമാരുടെയും ചെമ്പകശ്ശേരി രാജാവിന്റെയും കഥകളാണ്. ആദ്യം നമുക്ക് പാതായിക്കര നമ്പൂതിരിമാരുടെ കഥ കേട്ടാലോ. പണ്ട് 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 പാതായിക്കര എന്നൊരു ഇല്ല ഉണ്ടായിരുന്നു. ആ ഇല്ലത്ത് 2 നമ്പൂതിരിമാരുണ്ടായിരുന്നു. അതിശക്തരായിട്ടാണ് അവർ അറിയപ്പെട്ടിരുന്നത്. നിങ്ങളോട് ആരെങ്കിലും നല്ല ശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാറില്ലേ, ആനയെടുത്ത് പൊക്കാൻ പറ്റുമോന്ന്? അതുപോലെ ആനയെടുത്ത് പൊക്കാൻ മാത്രം ശക്തിയുള്ളവരായിരുന്നു ഇവർ. അവർ ആനയെടുത്ത് പൊക്കിയ കഥ പറയാം ആദ്യം. ഇവരുടെ ഇല്ലത്തിനടുത്ത്, പാതായിക്കര ഇല്ലത്തിനടുത്ത് തന്നെയായിട്ട് ഒരു അമ്പലം ഉണ്ടായിരുന്നു. ചേട്ടനും അനുജനും എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ പോയി തൊഴും. പക്ഷെ രണ്ടുപേരും ഒരേ സമയത്തായിരിക്കില്ല പോകുന്നത്. ഒരു ദിവസം അനുജൻ അമ്പലത്തിലേക്ക് പോവുമായിരുന്നു. ഒരു ഇടവഴിയിൽ കൂടി വേണം ആ അമ്പലത്തിലേക്ക് പോകാൻ. ഇടവഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടുങ്ങിയ ഒരു വഴിയല്ല, ഒരാനയ്ക്കൊക്കെ നടന്നു വരാൻ പറ്റുന്ന ഒരു വഴിയാണ്. അങ്ങനെ ആ വഴിയിൽ കൂടെ അനിയൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാന ആ വഴിയിൽ കൂടി വരുന്നത് കണ്ടു. സാധാരണ നമ്മളാണെങ്കിൽ വഴി മാറി കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ തിരിഞ്ഞ് ഒരാനയ്ക്ക് മാത്രം നടക്കാനുള്ള വഴിയാണെങ്കിൽ തിരിഞ്ഞു പോകും. പക്ഷെ ഈ പാതായിക്കര നമ്പൂതിരിമാർ, ചേട്ടനാണെങ്കിലും അനുജനാണെങ്കിലും അവർ വഴി തിരിഞ്ഞു നടക്കാറില്ല. അതുകൊണ്ട് ആനക്കാരനോട് ആനയെ പുറകോട്ട് കൊണ്ടുപോയി തനിക്ക് വഴി തരാനായിട്ട് ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ ആനക്കാരൻ ആനയെ പുറകോട്ട് നടത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാരാ പുറകിലുള്ളത്? ചേട്ടൻ നമ്പൂതിരി. ചേട്ടൻ നമ്പൂതിരി പുറകോട്ട് വരുന്ന ആനയെ പിടിച്ച് മുന്നോട്ട് ഒരു തള്ളു കൊടുത്തു. ഉടനെ തന്നെ ആന മുന്നോട്ട് വരുന്നത് കണ്ട് ആനയുടെ നെറ്റിയിൽ തൊട്ട് ആനയെ പിടിച്ചു നിർത്തി. അങ്ങനെ ഇവർ രണ്ടുപേരും, ഒരാൾ മുന്നോട്ടും മറ്റേയാൾ പിന്നോട്ടും ആനയെ പിടിച്ച് തള്ളാൻ തുടങ്ങി. ആന നീങ്ങാത്തത് കണ്ടപ്പോഴാണ് ഇവർക്ക് സംശയമായത്. ഉടനെ തന്നെ ചേട്ടൻ ആനയുടെ പിറകിൽ നിന്ന് ചോദിച്ചു, ആരാത്? അനുജനാണോ? ഉടനെ അനുജന് മനസ്സിലായി ചേട്ടനാണ് ആനയുടെ പുറകിലുള്ളത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, എന്നാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് അനുജൻ ആനയുടെ 2 മുൻകാലുകളും ചേട്ടൻ ആനയുടെ 2 പിൻകാലുകളും പിടിച്ച് ആനയെ പൊക്കിയെടുത്ത് അപ്പുറത്തെ വഴിയിലേക്ക് വെച്ച് രണ്ടുപേരും നടന്നുപോയി. അങ്ങനെ ആനയെടുക്കാൻ മാത്രം ശക്തിയുള്ളവരായിരുന്നു ഈ പാതായിക്കര നമ്പൂതിരിമാർ എന്നാണ് കഥ. ഇത്രയും ശക്തി ഇവർക്കുണ്ടാവാൻ കാരണം എന്തായിരിക്കും? നല്ല ശക്തി ഉണ്ടാവാൻ നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം അല്ലേ? ഒരു ദിവസം 2 നേരം വീതം 12 നാഴി അരി, അതായത് 12 ഇടങ്ങഴി അരി വീതം കഴിക്കുമായിരുന്നു ഇവർ ഓരോരുത്തരും. വീട്ടിൽ ചോറുണ്ടാക്കാനായിട്ട് അരി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു കപ്പിലോ ഗ്ലാസ്സിലോ ഒക്കെ അരി അളന്നിട്ടായിരിക്കും അല്ലേ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 12 ഗ്ലാസ് അരിയുടെ ചോറൊക്കെ ഒരാൾ ഉണ്ണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിലും കൂടുതലാണ് ഈ നാഴി എന്ന് പറയുന്നത്. പിന്നെ ഈ ചോറിന്റെ കൂടെ ഇവർ കൂട്ടാനൊന്നും ഉണ്ടാക്കില്ല. പകരം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കഴിക്കുക. ഈ തേങ്ങാപ്പാൽ നേരത്തെ പിഴിഞ്ഞുകൊണ്ട് വയ്ക്കുകയൊന്നുമല്ല, 2 പേർക്കും 12 തേങ്ങ വീതം പൊളിക്കാതെ കൊണ്ടുവച്ചേക്കും. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പൊളിക്കാത്ത തേങ്ങ കയ്യിലെടുത്ത് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ ഇല്ലത്ത് ചേട്ടനൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു. ഭാര്യ ഇവരത്രയും അല്ലെങ്കിലും നല്ല ശക്തിയുള്ളവളായിരുന്നു. ഭാര്യ ആണെങ്കിലും 3 നാഴി അരിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ ചോറിന്റെ കൂടെ തേങ്ങ പിഴിഞ്ഞെടുത്ത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു ദിവസം ചേട്ടൻ നമ്പൂതിരിക്ക് ഭാര്യയ്ക്ക് എത്ര ശക്തി ഉണ്ടെന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. വലിയൊരു ആട്ടുകല്ലിലാണ് ഇല്ലത്തേക്ക് വേണ്ട അരിയൊക്കെ അരച്ചിരുന്നത്. ഇത്രയും ഭക്ഷണം കഴിക്കുന്നവർക്ക് വേണ്ടി വലിയൊരു ആട്ടുകല്ല് തന്നെ വേണമല്ലോ അരിയൊക്കെ അരച്ചു വെക്കാനായിട്ട്. അപ്പൊ ആ ആട്ടുകല്ലെടുത്ത് ചേട്ടൻ തട്ടിന്റെ പുറത്ത് എടുത്തു വെച്ചു. നോക്കണമല്ലോ ഭാര്യയ്ക്ക് എന്ത് ശക്തിയുണ്ട്, എന്ത് ചെയ്യും എന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അരി അരക്കാൻ നേരം കുറെ അരിയൊക്കെ കഴുകിക്കൊണ്ടുവന്ന് ഭാര്യ ആട്ടുകല്ല് നോക്കുമ്പോൾ, സാധാരണ നടുമുറ്റത്താണ് ആട്ടുകല്ല് ഇരിക്കാറുള്ളത്. ആട്ടുകല്ല് നോക്കുമ്പോൾ ആട്ടുകല്ല് കാണാനില്ല, എവിടെ നോക്കിയിട്ടും കാണാനില്ല. അപ്പോഴാണ് തോന്നിയത്, എന്നാൽ പിന്നെ തട്ടിന്റെ പുറത്തൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ദേ ആട്ടുകല്ല് തട്ടിന്റെ പുറത്തിരിക്കുന്നു. ഇതാരായിരിക്കും ഇവിടെ കൊണ്ടുവച്ചത്? ചേട്ടനോ അനുജനോ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് വളരെ നിസ്സാര ഭാവത്തിൽ അവർ അത്രയും വലിയ ആട്ടുകല്ലെടുത്ത് നടുമുറ്റത്ത് കൊണ്ടുവച്ച് അരി അരച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവച്ചു. പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് ചേട്ടനും അനുജനും എത്തിയപ്പോഴാണ് അരിയൊക്കെ അരച്ച് പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് കണ്ടത്. ഉടനെ തന്നെ ചേട്ടൻ ചോദിച്ചു, ഇതെങ്ങനെ അരച്ചു? അപ്പോൾ വളരെ നിസ്സാരമായിട്ട് അവർ പറഞ്ഞു, തട്ടിന്റെ പുറത്തു നിന്ന് ആട്ടുകല്ല് ഞാൻ താഴെ എടുത്തു വെച്ച് അരച്ചിട്ട് വീണ്ടും അവിടെ തന്നെ തിരിച്ചു വച്ചിട്ടുണ്ട്.
ഇത് കേട്ടപ്പോൾ ചേട്ടന് സന്തോഷമായി. ഇത്രയും ശക്തിയും കാര്യപ്രാപ്തിയും ഒക്കെ തന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് സന്തോഷമായി. ശക്തരായിട്ടുള്ള ഇവരുടെ കഥകൾ കേട്ട് കേട്ട് ഒരു ദിവസം മറ്റൊരു ദേശത്ത് നിന്ന് ഒരു നമ്പൂതിരി അവിടെ എത്തി. ഒരു ബലപരീക്ഷണം നടത്തുക എന്നതാണ് ഉദ്ദേശം. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ആ ദിവസം 2 നമ്പൂതിരിമാരും ഇല്ലത്തുണ്ടായിരുന്നില്ല. ഏതായാലും വന്നിരിക്കുന്നത് അതിഥിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ചേട്ടന്റെ ഭാര്യ അദ്ദേഹത്തെ ക്ഷണിച്ച് ഭക്ഷണം കൊടുത്തു. എത്ര നാഴി ചോറുണ്ണും എന്ന് ചോദിച്ചപ്പോൾ 4 നാഴി എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. 12 നാഴിയൊക്കെ കഴിക്കുന്നവരുള്ള വീട്ടിൽ 4 നാഴി എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്ന് ചേട്ടന്റെ ഭാര്യ വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ഊണിന് സമയമായപ്പോൾ അവർ പരിചാരകരുടെ കയ്യിൽ ചോറ് വിളമ്പി കൊടുത്തു. പക്ഷെ മത്സരിക്കാൻ വന്ന ആൾ നോക്കിയപ്പോൾ കൂട്ടാനൊന്നും കാണുന്നില്ല. ഇതെന്തു പറ്റി ചോദിച്ചപ്പോൾ ദേ 4 തേങ്ങ വെച്ചിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ എല്ലാവരും തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കഴിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഈ തേങ്ങാപ്പാൽ എടുത്ത് വച്ചിട്ടില്ലല്ലോ, പൊളിക്കാതെ അല്ലേ തേങ്ങ വച്ചിരിക്കുന്നത്, പിന്നെ ഞാൻ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അടുക്കളയിലെ ഒരു ചെറിയ ജനലിലൂടെ ആ തേങ്ങ തിരിച്ചു കൊണ്ടുവരിപ്പിച്ച് അവർ അവിടെ വെച്ച് തന്നെ ഇടത് കൈകൊണ്ട് ഈ 4 തേങ്ങയും പിഴിഞ്ഞെടുക്കുന്നത് കണ്ട് നമ്പൂതിരിയുടെ കണ്ണ് തള്ളിപ്പോയി. ഇത്ര ശക്തി ചേട്ടന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ ചേട്ടന്റെ അനുജന്റെ ഒക്കെ ശക്തി എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. അതോർത്ത് പേടിച്ച് അപ്പോൾ തന്നെ ഈ നമ്പൂതിരി സ്ഥലം വിട്ടു. അപ്പോൾ ഇതാണ് പാതായിക്കര നമ്പൂതിരിമാരുടെ ശക്തിയുടെ കഥ. പണ്ട് 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 പുളിക്കൽ ചെമ്പകശ്ശേരി എന്നു പേരുള്ള ഒരു ഇല്ലം ഉണ്ടായിരുന്നു. ആ ഇല്ലത്ത് ഒരു ഉണ്ണി നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ വിധവയായിട്ടുള്ള അമ്മയുമാണ് താമസിച്ചിരുന്നത്. അവർക്ക് പണമൊന്നുമില്ലാതെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഉണ്ണി ഉപനയനമൊക്കെ കഴിഞ്ഞ് വേദങ്ങളൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദേശത്ത് 500ഓളം ഭടന്മാർ വേറൊരു നാട്ടിൽ നിന്ന് അവിടെ എത്തി. അവരുടെ കയ്യിൽ ആയുധമൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. ആ സമയത്ത് കോഴിക്കോട് രാജാവും കൊച്ചി രാജാവും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുകയും ആ യുദ്ധത്തിൽ തോറ്റിട്ടാണ് ഇവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 ദിവസമായിട്ട് അവർക്ക് ഭക്ഷണം ഒന്നും കിട്ടിയിരുന്നില്ല. ആകെ വിശന്ന് ക്ഷീണിച്ചിട്ടാണ് അവരവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്നവരോടൊക്കെ അവർ ഭക്ഷണത്തിനായിട്ട് അപേക്ഷിച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നേക്ക് 2-3 ദിവസമായി. എവിടെ ചെന്ന് ആരോട് ചോദിച്ചാലാണ് ഞങ്ങൾക്ക് അല്പം ഭക്ഷണം കിട്ടുക എന്ന് അവർ കുറെ പേരോട് ചോദിച്ചു. അവർ ചിലർ അത് കേൾക്കാത്ത പോലെ നടന്നുപോയി. മറ്റു ചിലർ ഒന്ന് നോക്കി എങ്കിലും അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. പിന്നീട് കുറച്ചു പേർ വന്നപ്പോൾ അവർ പറഞ്ഞു, ദാ ആ പുറകെ വരുന്ന ആളുണ്ടല്ലോ, അയാളോട് ചോദിച്ചാൽ മതി, അദ്ദേഹം നിങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം തരും. എന്തായാലും ഇനി ഭക്ഷണം ഇല്ലെങ്കിലും മറ്റെന്തെങ്കിലും മാർഗം അദ്ദേഹം കണ്ടുപിടിക്കാതിരിക്കില്ല. അദ്ദേഹത്തിന് നല്ല പണവും അതുപോലെ തന്നെ വളരെ കരുണയുള്ളവനുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭക്ഷണം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതാരെ കുറിച്ചാണെന്ന് മനസ്സിലായോ? നമ്മുടെ ഉണ്ണി നമ്പൂതിരിയെ കുറിച്ചാണ് ഇവർ പറഞ്ഞത്. അദ്ദേഹത്തെ കളിയാക്കാനായിട്ടാണ് ഇവർ അങ്ങനെ ചെയ്തത്. എന്നാൽ ഈ ഭടന്മാർക്ക് ഇവർ പരിഹസിച്ചതാണ് എന്നൊന്നും മനസ്സിലായില്ല. അവർ വിചാരിച്ചു ശരിക്കും ഈ വരുന്നയാൾക്ക് അവരെ സഹായിക്കാൻ കഴിയും, അതുകൊണ്ട് തന്നെ അവർക്ക് വയറു നിറയെ ആഹാരം കിട്ടും. വിശന്നിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ആഹാരം കിട്ടിയാൽ മതി എന്നാണല്ലോ വിചാരിക്കാറ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലൊന്നും ആലോചിച്ചില്ല, നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തെ തൊഴുത് എന്തെങ്കിലും ഭക്ഷണം തരണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ ആ സമയത്ത് അദ്ദേഹം വളരെ കഷ്ടപ്പാടിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവർക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ പണമൊന്നുമില്ലായിരുന്നു. നിങ്ങളെ ആരാണ് എന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചത് എന്ന് ചോദിച്ചു. സൈനികന്മാര് അതിന് ഉത്തരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ കൂടെ പഠിക്കുന്നവർ തന്നെ കളിയാക്കാനായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ മുഷിഞ്ഞ വസ്ത്രവും ദാരിദ്ര്യവും ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പഠിക്കുന്നവർ എന്നും അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് എന്നും തോന്നുന്ന വിഷമം മാത്രമേ അദ്ദേഹത്തിന് തോന്നിയുള്ളൂ. ഇവർ ഇങ്ങനെ കളിയാക്കുന്നതിൽ അദ്ദേഹത്തിന് അത്ഭുതമൊന്നും തോന്നിയില്ല. ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹം ആലോചനയിൽ നിന്നുണർന്നു. തന്റെ അടുക്കലേക്ക് വിശന്നിട്ട് വന്ന ഭടന്മാർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമല്ലോ. എന്താണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വഴി എന്ന് ആലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പുലിനഖ മോതിരത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. അദ്ദേഹം ഉടനെ തന്നെ അത് ഊരിയെടുത്ത് ഇത് കൊണ്ടുപോയി വിറ്റിട്ട് നിങ്ങൾ തൽക്കാലം ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കണം, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള വഴി ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു.
അവർ ഭക്ഷണമൊക്കെ വാങ്ങിക്കഴിച്ചു. എന്നിട്ട് ഈ നമ്പൂതിരിയെ കുറിച്ച് അവർ കാര്യമായിട്ട് അവിടെ അന്വേഷിച്ചു. അപ്പോഴാണ് അവർ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചൊക്കെ അറിയുന്നത്. അവർക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ബഹുമാനം തോന്നി. ഇത്രയും മോശമായ സ്ഥിതിയിലും അദ്ദേഹം അവരെ സഹായിച്ചല്ലോ എന്നോർത്ത് അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവർ ഉടനെ തിരിച്ച് അദ്ദേഹത്തെ ചെന്ന് കണ്ടു വണങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ട്, അങ്ങേക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും. എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചുവെങ്കിൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ എന്നല്ല, എനിക്ക് പോലും കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടത് കൂടി നിങ്ങൾ ഉണ്ടാക്കി തരേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ ഭടന്മാരൊക്കെ അദ്ദേഹത്തെ വണങ്ങി കൽപ്പന പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്കും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ വേണ്ട ഭക്ഷണം കണ്ടുപിടിക്കാനായി അവർ ചെന്നു. പലയിടങ്ങളിലും ചെന്ന് കൊള്ളയടിച്ചൊക്കെ അവർ പണമുണ്ടാക്കി. അങ്ങനെ ഈ നമ്പൂതിരി ശക്തനായിട്ടുള്ള ഒരാളായിട്ട് മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ നമ്പൂതിരി തിരുവിതാംകൂർ രാജാവിന്റെ അടുത്ത് ചെന്ന് തനിക്ക് താമസിക്കാൻ ഇടമില്ലെന്നും വളരെയധികം ദാരിദ്ര്യമാണെന്നൊക്കെ താമസിക്കാൻ ഒരു ഇടം ദാനമായിട്ട് നൽകണമെന്ന് അപേക്ഷിച്ചു. ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്നിടത്തോളമുള്ള ഒരു പുരയിടം നമ്മുടെ രാജ്യത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും വെട്ടി വളച്ചെടുത്തുകൊള്ളുന്നതിന് അനുവദിച്ചിരിക്കുന്നു എന്ന് രാജാവ് പറഞ്ഞു. എന്നിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാനായിട്ട് തന്റെ മന്ത്രിയോട് കൽപ്പിച്ചു. പക്ഷെ മന്ത്രി വളരെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം രാജാവിനെ ഉപദേശിച്ചു. വളരെ ദാനശീലനായിട്ടുള്ള മഹാബലിയോട് വാമനൻ 3 അടി മണ്ണ് ദാനം ചോദിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഒരടി കൊണ്ട് അദ്ദേഹം ഭൂമി അളന്നെടുത്തു. അടുത്ത അടിയിൽ അദ്ദേഹം ആകാശം അളന്നെടുത്തു. അങ്ങനെ 3-ാമത്തെ അടി എവിടെ വെക്കണമെന്ന് ചോദിച്ചപ്പോൾ മഹാബലിക്ക് തന്റെ ശിരസ് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ആ അവസ്ഥയാകും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്നുകൂടി ഇതൊന്ന് ആലോചിക്കണം. ഈ ഉണ്ണിയെ കണ്ടിട്ട് അദ്ദേഹം വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രാജാവ് മന്ത്രി പറഞ്ഞത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ നമ്പൂതിരി ഒരു പ്രദേശത്തിന് ചുറ്റും ഒരു വാളുകൊണ്ട് ഓരോന്ന് വെട്ടിക്കൊണ്ടുവന്ന് ഒരു പ്രദക്ഷിണമായിട്ട് വന്നു. ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്ന സ്ഥലം എടുത്തുകൊള്ളാനാണല്ലോ രാജാവ് പറഞ്ഞത്. അങ്ങനെ അന്ന് വെട്ടിയെടുത്ത മുഴുവൻ സ്ഥലവും അദ്ദേഹത്തിന്റെ കൈവശമായി. ഉടവാള് കൊണ്ട് വെട്ടിയെടുത്ത ഊര് എന്ന അർത്ഥത്തിൽ ആ ദേശത്തിന് ഉടവാളൂര് എന്ന പേരിടുകയും ചെയ്തു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഉടവാളൂര് എന്ന പേര് കുടമാളൂരായി എന്നാണ് പറയുന്നത്. അങ്ങനെ വെട്ടിയെടുത്ത സ്ഥലത്ത് അദ്ദേഹം വീടൊക്കെ പണിഞ്ഞ് അതിന് ചുറ്റും ഒരു കോട്ടയൊക്കെ കെട്ടി അമ്മയും കൊണ്ട് അവിടെ താമസമായി. അപ്പോഴും അദ്ദേഹം ഈ സഹായിച്ച ഭടന്മാരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഭടന്മാർ ഓരോ സ്ഥലത്ത് പോയി യുദ്ധം ചെയ്ത് ധാരാളം ധനം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യമൊക്കെ പൂർണ്ണമായിട്ട് മാറി. അദ്ദേഹം വലിയ പണക്കാരനായി. മെല്ലെ മെല്ലെ ആ ഒരു ദേശം കൂടി അദ്ദേഹത്തിന്റെ കീഴിലേക്കായി. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ രാജപദവി ലഭിച്ചു. അദ്ദേഹത്തെ എല്ലാവരും പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ തമ്പുരാൻ എന്ന് വിളിച്ചു തുടങ്ങി. കാലം പോകെ പോകെ അത് ചെമ്പകശ്ശേരി തമ്പുരാനായി, പിന്നീട് ചെമ്പകശ്ശേരി രാജാവുമായി. ഇങ്ങനെ ചെമ്പകശ്ശേരി നമ്പൂതിരി ചെമ്പകശ്ശേരി രാജാവായി എന്നതാണ് കഥ. ഐതിഹ്യമാലയിലെ മറ്റൊരു കഥയുമായിട്ട് അടുത്ത ആഴ്ച.